നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. പ്രധാനമായും 30% വോട്ടിലധികം ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയൂന്നാനാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ചുവരെഴുത്ത് നടത്തി നിതിൻ നബീൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30%-ലധികം വോട്ട് ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ BJP. ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ ഉറപ്പിക്കണമെന്ന് പ്രവർത്തകരോട് ദേശീയ അധ്യക്ഷൻ. സ്ഥാനാർത്ഥി നിർണയം ഉടൻ. നിതിൻ നബീൻ തൃശ്ശൂരിൽ ചുവരെഴുതി. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് ആരംഭിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസും ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നു. VD സതീശന്റെ പുതുയുഗയാത്ര കാസർഗോഡ്. മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച കേസിലെ അന്വേഷണത്തിൽ പോലീസിന്റെ വീഴ്ചയും അന്വേഷണത്തിൽ. വിവരമറിയിച്ചിട്ടും നടപടിയെടുക്കാൻ വൈകിയെന്ന ആരോപണം. വീഴ്ചയില്ലെന്ന് പോലീസ്. നടനെ അന്വേഷിച്ച് ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരുന്നുവെന്നും വിശദീകരണം. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിന്റെ കഥ. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും ഉടമ. കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവനയുമായി ഇരു രാജ്യങ്ങളും. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവയും ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. കർണാടക കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി. സിദ്ധരാമയ്യ കാലാവധി പൂർത്തിയാക്കുമെന്ന മകന്റെ പ്രസ്താവനയിൽ DK ശിവകുമാറിന് അതൃപ്തി. യതീന്ദ്ര സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് എന്ന് പരിഹാസം. വളരെ പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് 30%-ലധികം വോട്ട് ലഭിച്ച 30 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തു വില കൊടുത്തും വിജയം ഉറപ്പാക്കാൻ സംസ്ഥാന ഭാരവാഹികളോടും പ്രവർത്തകരോടും പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ ആഹ്വാനം. ഈ മണ്ഡലങ്ങളിൽ ഒരു കക്ഷിയിലും പെടാതെ ചാഞ്ചാടി നിൽക്കുന്ന 10%-ഓളം വോട്ടുകൾ ഉണ്ടാകും. BJP നേതൃത്വത്തിലുള്ള മുന്നണിയുടെ വിശ്വാസ്യത ഉയർത്തിക്കാട്ടി ഈ വോട്ടുകൾ നേടി വിജയം ഉറപ്പാക്കാനാണ് ദേശീയ അധ്യക്ഷന്റെ ആഹ്വാനം. കൊച്ചിയിൽ നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് നിതിൻ നബീൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും മുഖ്യ വിഷയമാക്കിയാകും BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനും ഒപ്പം താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. LDFും UDFും മാറി മാറി ഭരിച്ച് കേരളത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം യോഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇരു മുന്നണികളുടെയും അഴിമതിയും പ്രീണനവും കൂടി തുറന്നു കാട്ടണമെന്നും നിതിൻ നബീൻ ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ശബരിമലയെ തകർത്തുകൊണ്ട് അധികാരം നിലനിർത്താനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും നിതിൻ നബീൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ഉള്ള A ക്ലാസ് മണ്ഡലങ്ങളടക്കം മഞ്ചേശ്വരമടക്കമുള്ള നിരവധി മണ്ഡലങ്ങൾ, ചെങ്ങന്നൂരിലൊക്കെ ഈ 30%-ന് മുകളിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളാണ്. ഈ 30 മണ്ഡലങ്ങളിൽ എന്ത് വില കൊടുത്തും വിജയം നേടണം എന്നുള്ള ആഹ്വാനം. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൽ ചുവരെഴുതി നിതിൻ നബീൻ ഈ 140 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സംസ്ഥാന ഭാരവാഹികളുമായി ഇന്നും ദേശീയ അധ്യക്ഷന്റെ കൂടിക്കാഴ്ചയുണ്ടാകും. ഒപ്പം പരിചയസമ്പന്നരും ജനകീയരുമാകണം സ്ഥാനാർത്ഥികൾ എന്ന നിർദ്ദേശവും ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുണ്ട്. നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ അധ്യക്ഷനെ ആയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളം ഉൾപ്പെടെ, അസം ഉൾപ്പെടെ, തമിഴ്നാട്ടിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നേരിട്ട് ഇദ്ദേഹം നിയന്ത്രിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത 90 ദിവസം താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമാക്കണമെന്നും ആവശ്യപ്പെട്ട പശ്ചാത്തലം ഉണ്ട്. ഏതായാലും BJPയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. KP അഭിലാഷും ഒപ്പം ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, 30%-ലധികം വോട്ടുകൾ കിട്ടിയ മണ്ഡലങ്ങൾ, അവിടെ ചാഞ്ചാടി നിൽക്കുന്ന 10%-ഓളം വോട്ടുകൾ, അത് പാർട്ടിയിലേക്ക് അടുപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ദേശീയ അധ്യക്ഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനമായും BJP കേന്ദ്രീകരിക്കുന്ന ആ മണ്ഡലങ്ങൾ? അവിടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ?
രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിതിൻ നബീൻ BJPയുടെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ 5 സംസ്ഥാനങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതിൽ കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ആണ് ഉള്ളത്. ഇതിൽ പശ്ചിമ ബംഗാൾ പിടിക്കുക എന്നതിന് തന്നെയാണ് BJP പ്രഥമ പരിഗണന നൽകുന്നത്. തമിഴ്നാട്ടിലും അസമിലും പുതുച്ചേരിയിലും BJPയുടെ വ്യക്തമായ സാന്നിധ്യം ഉണ്ട് താനും. എന്നാൽ കേരളം ഇപ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രത്യേക ശ്രദ്ധയും ഊന്നലും നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം BJPയുടെ മണ്ഡലം ഇൻചാർജ് ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ നിതിൻ നബീൻ പ്രത്യേകമായ ചില സ്ട്രാറ്റജികളും നിർദ്ദേശങ്ങളുമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം BJP നടപ്പിലാക്കുകയും വിജയിക്കുകയും ചെയ്ത പോളിസി എന്നതാണ്. അത് പ്രധാനമായും, അതായത് കരുത്തില്ലാത്ത സംസ്ഥാനത്ത് പോലും ഇത്തവണ അധികാരത്തിലേറും എന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ്. അതായത് BJP വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളം പിടിക്കും എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഉള്ളതായിരിക്കും എന്നതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നരേന്ദ്രമോദി അടക്കം പ്രസംഗങ്ങളിൽ ആവർത്തിക്കുന്ന ഒന്ന് ഇരട്ട എഞ്ചിനുകളാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടത് എന്നതാണ്. അതായത് കേന്ദ്രത്തിൽ തുടർച്ചയായി BJP അധികാരത്തിലിരിക്കുമ്പോൾ ഏതൊരു സംസ്ഥാനത്തും BJP നേതൃത്വം നൽകുന്ന മുന്നണി കൂടി അധികാരത്തിൽ വന്നാൽ ആ സംസ്ഥാനത്തിന് വലിയ വികസനം നേടാനാകും എന്ന ഒരു സന്ദേശം ജനങ്ങൾക്കിടയിൽ പരത്തുക എന്നതിന് പ്രാമുഖ്യം നൽകണം എന്നതാണ് നിതിൻ നബീൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അതേസമയം തന്നെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സന്ദേശം നൽകുമ്പോൾ പോലും അധികാരത്തിലേക്ക് എത്തുക എന്നത് സാധ്യമല്ല എന്നത് BJP നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അവിടെയാണ് രഞ്ജിത്ത് ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുക, മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് കൊണ്ടുപോവുക. അത് എടുത്തു പറയുന്നത് ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരെ 4 കാറ്റഗറിയായി തിരിക്കുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്നത് രാഷ്ട്രീയമായ ഏത് സാഹചര്യത്തിലും BJPക്കും NDAക്കും അനുകൂലമാകുന്ന വോട്ടുകൾ ലഭിക്കുന്നത്, അതിൻ്റെ ശതമാനക്കണക്ക് ആദ്യം തയ്യാറാക്കുക. അതായത് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്ര ശതമാനം വോട്ട് ഉറപ്പായും നമുക്ക് ലഭിക്കും എന്നതിൻ്റെ ഒരു ഡേറ്റ തയ്യാറാക്കുക. അതിനുശേഷം വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക എന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി. അതായത് BJPയോട് വലിയ വിയോജിപ്പുകൾ ഒന്നുമില്ലാതെ BJPയുടെ ഒരു അനുഭാവം പുലർത്തി BJPക്ക് വോട്ട് നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന എത്ര വോട്ടർമാരുണ്ട്, അതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുക. മൂന്നാമത്തെ കാറ്റഗറി എന്നത് നിഷ്പക്ഷ വോട്ടുകൾ എന്നതാണ്. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും ഇല്ലാത്ത ആളുകൾ, അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിലും പിന്തുണയ്ക്കാം സാഹചര്യത്തിനനുസരിച്ച്. അങ്ങനെയുള്ള മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി വോട്ട് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളവർ. ഇങ്ങനെ 4 കാറ്റഗറിയായി വോട്ടർമാരെ തിരിച്ച് ഈ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അതിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വോട്ടുകൾ പൂർണ്ണമായും BJP പാളയത്തിലേക്ക് NDAയിലേക്ക് എത്തിക്കുക. അതായത് ഈ പറഞ്ഞ 30 മണ്ഡലങ്ങൾ, 30% മുകളിൽ വോട്ട് നേടിയ 30 മണ്ഡലങ്ങൾ, ഈ 30 മണ്ഡലങ്ങളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ച് അവരോട് പ്രവർത്തിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ചില ആഴ്ചകൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയൊക്കെ വളരെ കൃത്യമായി തന്നെ പ്രവർത്തനം ആരംഭിച്ച് താഴെത്തട്ടിലടക്കം ഈ വിവരം പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന പരിപാടികളൊക്കെ പൂർത്തിയായി കാണുമല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം നേമം മണ്ഡലം എന്നത് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. അതേസമയം തന്നെ നേമത്തോടൊപ്പം വട്ടിയൂർക്കാവ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1ാമത് വോട്ട് ശതമാനത്തിൽ എത്തിയ മറ്റൊരു മണ്ഡലമാണ്. പക്ഷേ വട്ടിയൂർക്കാവിലടക്കം കൃത്യമായി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ 1-2 പേരുകൾ ഉണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള പേരുകളാണ്. അവിടെ ഒരുപക്ഷെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ മത്സരത്തിന് വരുമോ, ശോഭാ സുരേന്ദ്രനായിരിക്കുമോ മത്സരിക്കുക? തുടക്കത്തിൽ ശ്രീലേഖയുടെ പേരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ പേരിന് വലിയ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിതിൻ നബീൻ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നത് ഏതാണ്ട് 9 മണ്ഡലങ്ങൾ, അതിൽ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. അതിലിപ്പോൾ മഞ്ചേശ്വരത്ത് ഏതാണ്ട് സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ അശ്വിനി മത്സരിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവർ മണ്ഡലത്തിലൊക്കെ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ 9 മണ്ഡലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ കോവളം, അതോടൊപ്പം തന്നെ പാറശാല, ചെറിയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര ഈ മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് ശതമാനം ഏതാണ്ട് 30%-ലധികം വോട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന കണക്കുകൂട്ടൽ ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും BJPക്ക് വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്താൻ പറ്റുമെന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. ഈ
ഈ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എത്രയും പെട്ടെന്ന് നിശ്ചയിക്കുക, അത് ഔദ്യോഗികമായി തന്നെ തീരുമാനമെടുത്ത, അതായത് ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും നമുക്കറിയാമല്ലോ രഞ്ജിത്ത്, പലപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ച് ചുവരെഴുത്തുകൾ ആരംഭിച്ച ശേഷം പോലും സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ സഖ്യകക്ഷികളുമായി, പ്രത്യേകിച്ച് NDAയുടെ ഘടക കക്ഷികളുമായി ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുകൾ നടത്തേണ്ടതുണ്ട് എങ്കിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കുക. അതിനുശേഷം ഈ മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ കൃത്യമായി, അതായത് വോട്ട് ശതമാനം കുറയുകയോ വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ വലിയ തോതിൽ തിരിച്ചടി നേരിടുകയോ ചെയ്താൽ ആ ഉത്തരവാദിത്തം ആർക്ക് എന്ന നിലയിൽ തന്നെ കൃത്യമായി പേരുകൾ അടക്കം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് കിട്ടിയ 30% വോട്ടുകളുണ്ട്. 30% മുകളിൽ കിട്ടിയ വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളുണ്ട്. അത് 30 മണ്ഡലങ്ങളെന്നാണ് ഇപ്പോൾ പാർട്ടി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെ ഇന്നലെ കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നേരിട്ടിടപെട്ട് ഈ മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം നിതിൻ നബീൻ ഇന്നും കേരളത്തിൽ തുടരുകയാണ്. ഡാനി പോൾ കൂടി ചേർന്നു. ഡാനി, ഇന്നിപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം ഉണ്ട്. തൃശ്ശൂരിൽ ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും യോഗങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഇന്നുണ്ടോ? രഞ്ജിത്ത, ഇന്നലെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് കൊച്ചിയിൽ നടന്നത്. ആദ്യമായി സംസ്ഥാനത്തേക്ക് ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം എത്തുന്നു എന്നൊരു പ്രവർത്തകരിലുള്ള ഒരു വലിയ ആവേശം അത് ഈ ദിവസങ്ങളിലായി തുടരുന്ന 2 ദിവസങ്ങളിലായി തുടരുന്ന പര്യടന പരിപാടികൾ, സന്ദർശനങ്ങൾ, ഇതിൽ ഉടനീളം നിലനിർത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. ഇന്നലെ കൊച്ചിയിൽ ഇവിടെ ജില്ലാ അധ്യക്ഷന്മാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികൾ ഇവരുമെല്ലാമായിട്ട് ചേർന്ന് വിപുലമായ യോഗം നടത്തി. അതോടൊപ്പം തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്നു. NDAയുമായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി യോഗം അത് വേറെയും ചേർന്നു. അങ്ങനെ വിപുലമായ പരിപാടികൾ, വലിയ രീതിയിലുള്ള വേഗത്തിലുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് അടക്കം നീങ്ങുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുന്നത്. തൃശ്ശൂരിലും ഇതുപോലെ തന്നെ പരിപാടികൾ, തുടർച്ചയായുള്ളൊരു പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള ഒരു ഭൂമികയായിട്ട് അവരതിനെ കാണുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അവിടെ പ്രതീക്ഷകൾ അവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ അടക്കമുള്ളൊരു സാന്നിധ്യം ആ മേഖലയിലെല്ലാം തന്നെ അവർക്കൊരു സ്വാധീനം ഉറപ്പാക്കി നിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വോട്ടാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇന്നലെ ഇവിടെ സംസാരിച്ചത്. അത്രയും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 30 സീറ്റെങ്കിലും സ്വാധീനമുള്ള ഇടങ്ങളിൽ, തങ്ങൾക്ക് വോട്ട് ഷെയർ വന്ന ഇടങ്ങളിൽ ആ വോട്ട് ബാങ്കുകൾ നിലനിർത്തിക്കൊണ്ട്, ഒപ്പം തന്നെയും കൂടുതൽ വോട്ടുകൾ BJPയോട് അടുക്കാൻ താല്പര്യമുള്ളവരുടെ എല്ലാം തന്നെ വോട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഇത് അപ്രാപ്യമായ ഒന്നല്ല, അസാധ്യമായ ഒന്നല്ല, നമുക്ക് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് എന്നാണ് അദ്ദേഹം പ്രവർത്തകരോട് ഇതെല്ലാം തന്നെ പറയുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഒരു തുടർച്ചയായ പരിപാടികളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നത്. ഇന്ന് തൃശ്ശൂരിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. ഇത്തരം ചുവരെഴുത്തുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ, പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന അടക്കമുള്ള പരിപാടികളും അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് പ്രവർത്തകരെ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വ സന്ദർശനം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും മറ്റ് ഭാരവാഹികളും എല്ലാം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ഇന്ന് രാവിലെ അവിടെ കാലടിയിലുള്ള ശൃംഗേരി മഠത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടത്തുകയും ചെയ്തു. അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഈ ശബരിമല സംബന്ധിയായ വിഷയങ്ങളിൽ ഇടത് വലതുപക്ഷങ്ങൾ അവർ രാഷ്ട്രീയം കളിക്കുകയാണ്, ഇത് കൃത്യമായി തങ്ങൾ തുറന്ന് കാണിക്കുകയും ചെയ്യുമെന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. എന്നാൽ ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടികളിലേക്കെല്ലാം തന്നെ BJP കടക്കുകയാണ്, BJP മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2 ദിന സന്ദർശനം കൊണ്ട് തന്നെ പ്രവർത്തകരിലേക്ക് ഒരു ആവേശം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു പോവുക എന്നത് തന്നെയാണ് അദ്ദേഹവും ഉദ്ദേശിക്കുന്നത്. ഏതായാലും എറണാകുളത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യാത്രയും വളരെ പ്രധാനപ്പെട്ട യാത്ര, VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡ് പര്യടനം തുടരുകയാണ്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് സ്വീകരണമുണ്ട്. ഉദുമ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ആരംഭിച്ചത്. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ജാഥ
മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടെ സമാപിക്കും. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജരാക്കുക എന്നതാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവൻ വേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. തെരഞ്ഞെടുപ്പാണ്, അധികാരം തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. നേതാക്കളെല്ലാം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ടല്ലോ. വലിയ ആവേശത്തിലാണോ UDF പ്രവർത്തകർ? തീർച്ചയായും രഞ്ജിത്തെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ സജ്ജീകരണങ്ങളോടുകൂടിയാണ് പൊതുയോഗ യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനിയിലാണ് സമാപനം എന്ന് പറയുമ്പോഴും അത് ഇന്നലെ VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നും നേരെ സെക്രട്ടേറിയറ്റിലേക്കാണ് എന്നത് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് ഭരണം പിടിച്ചെടുക്കുക, അത് തന്നെയാണ് ജാഥയിലൂടെ ലക്ഷ്യപ്പെടുന്നത്. അതിന് ഈ നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുക, അതാണ് ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായ ഓരോ വിമർശനങ്ങളും എണ്ണി പറയുന്ന സാഹചര്യമാണ്. ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തു. മാത്രമല്ല CK ജാനു, PV അൻവർ തുടങ്ങിയ പുതുതായി UDF-ലേക്ക് വന്ന അവർ കൂടി ഈ ജാഥയുടെ ഭാഗമായി എന്നതാണ് പ്രധാനം. എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വലിയ ആവേശത്തോടു കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും ജാഥ പുറപ്പെട്ടിട്ടുള്ളത്. രാവിലെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ജാഥ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് MP ഗോവിന്ദൻ നയിക്കുന്ന ജാഥ പുറപ്പെട്ടത്. ആ ജാഥയിൽ രാവിലെ പൗരപ്രമുഖരുമായിരുന്നു രാവിലെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. പക്ഷേ VD സതീശൻ പറയുന്നത് പൗരപ്രമുഖരായുള്ള ഒരു കൂടിക്കാഴ്ചയല്ല, സാധാരണക്കാരായുള്ള അവരുമായുള്ള ഒരു കൂടിക്കാഴ്ച. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി 10 മണിക്ക് ഉദുമയിലാണ് ആദ്യ സ്വീകരണം. വലിയ തോതിലുള്ള പരിപാടികൾ ഈ കേന്ദ്രങ്ങളിലൊന്നുമില്ല, ഒരു സ്വീകരണം മാത്രമാണ്. അങ്ങനെ ജാഥ കടന്നു പോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസം 5 മണ്ഡലം എന്ന രീതിയിലാണ് പ്രധാനമായി ഉള്ളത്. അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടും പിന്നീട് തൃക്കരിപ്പൂരും. ഇന്ന് തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പര്യടനം. കാസർഗോഡ് ജില്ലയിൽ ജാഥ പര്യടനം ഇന്ന് പൂർത്തിയാക്കി. നാളെ ഈ ജാഥ ഉണ്ടാകില്ല, കാരണം സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 3 മുഖ്യമന്ത്രിമാർ, അതായത് തമിഴ്നാട്, കർണാടക, കേരള മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. അതോടൊപ്പം സംസ്ഥാനത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ കൂടി VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ എല്ലാ മേഖലകളിലും UDF-ന്റെ സാന്നിധ്യം എത്തിക്കുക എന്നത് തന്നെയാണ് ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും KC വേണുഗോപാലാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരമുണ്ടായാൽ അത് വലിയ തോതിൽ ബാധിക്കും. ഇത്തവണ ഭരണം പിടിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചത്. എന്തായാലും വലിയ തിരക്ക് തന്നെയായിരുന്നു, വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. കുമ്പളയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ പൊതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ഈ ഘടകകക്ഷി നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ജാഥയുടെ ആദ്യ പര്യടനം, ആദ്യ സ്വീകരണം ഉദുമയിൽ അല്പസമയത്തിനകം നടക്കും. ശരി, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെയാണ് നടൻ മണിയമ്പിള്ള രാജു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഈ അപകടം നടന്ന സമയം മുതൽ പോലീസിൻ്റെ ചില വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് അത് അക്കമിട്ട് നിരത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ നടൻ പറഞ്ഞത്, പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ പോലീസിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പോലീസ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുന്നത് രാവിലെയാണ് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. രാവിലെയാണ് നടൻ ഹാജരാകുന്നത്. ഏതാണ്ട് 14 മണിക്കൂർ കഴിഞ്ഞു. വൈദ്യപരിശോധന അടക്കം ആ സമയത്താണ് നടത്താൻ സാധിച്ചത്. അത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണ് എന്നാണ് ആരോപണം ഉയർന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ആ ദിവസം തന്നെ, ഈ സംഭവം നടന്ന സമയത്ത് തന്നെ താങ്കൾ മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലെത്തി, ജവഹർ നഗറിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ മണിയമ്പിള്ള രാജു അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഇങ്ങനെ ഹിറ്റ് ആൻഡ് റൺ കേസുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ അറസ്റ്റിൻ്റെ ഒന്നും ഒരു സാഹചര്യമില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല. പിന്നീട് ഇയാളൊരു ബന്ധുവീട്ടിലേക്ക് മാറി നിൽക്കുകയായിരുന്നു മണിയമ്പിള്ള രാജു. രാവിലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെയാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം DCP വിനോദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപകടമുണ്ടായ സമയം മുതലുള്ള പോലീസ് നടപടികൾ അന്വേഷിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം മണിയമ്പിള്ള രാജു മദ്യപിച്ചോ എന്നറിയാൻ രക്തസാമ്പിളിന്റെ പരിശോധന
അത് കാത്തിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമാണ് ഇത്. കാരണം രാജു അപകടം നടന്ന ശേഷം വളരെ പെട്ടെന്ന് കാറിൽ അവിടെ നിർത്താതെ തിരിച്ചു പോയി എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അതിൻ്റെയൊക്കെ വിശദീകരണം ഇന്നലെ രാജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, പോലീസിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടോ? പോലീസ് വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? രഞ്ജിത, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് നിലവിലുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, അതായത് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DCP വിനോദിനാണ് അന്വേഷണ ചുമതലയുള്ളത്. അതായത് ഈ ഒരു കേസിൽ 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് രക്തപരിശോധനയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതും ഒപ്പം ഈ ഒരു രാജുവിലേക്ക് എത്താനടക്കം ഉണ്ടായ കാലതാമസവും രാത്രി രാജുവിന് പിന്നെ വാഹനം കണ്ടെത്താനുള്ള അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല, കാർ കണ്ടെത്തിയില്ലെന്നും വീട് പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു ആ സമയത്ത് പോലീസിന്റെ വിശദീകരണം. അതായത് 2 തവണ വീട്ടിലേക്ക് ചെന്നു എന്നും ആ സമയത്ത് മണിപിള്ള രാജു വീട്ടിലില്ലായിരുന്നു എന്നടക്കമുള്ള പോലീസിന്റെ വിശദീകരണമുണ്ട്. ആ സമയത്ത് മണിപിള്ള രാജു ബന്ധു വീട്ടിലേക്ക് മാറിയിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് ഈ ഒരു അപകടം ഉണ്ടാകുന്നു, ഈ ഒരു 12 മണിക്കൂർ, അതായത് രക്തപരിശോധനയ്ക്കുള്ള ഒരു സാധ്യത, അതിലെ ഫലം മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയത് പോലീസിന്റെ ഒരു വീഴ്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പിന്നെ അതിൽ മറ്റു ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു രക്തപരിശോധനയുടെ ഫലം അത് ഇനിയും എത്താൻ വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു ഫലം ലഭിക്കുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കൃത്യമായി പരിശോധിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിന്റെയും, അതായത് ഈ ഒരു അപകടത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ വീഴ്ച അടക്കം ആഭ്യന്തരമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. താൻ ബന്ധുവീട്ടിലായിരുന്നു എന്നാണ് മണിയമ്പിള്ള രാജുവിൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം. വീട് പൂട്ടി ബന്ധുവീട്ടിലേക്ക് പോയി, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ചില സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശപ്രകാരമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പക്ഷേ അന്വേഷിച്ചിരുന്നു, അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വിശദീകരണം. എന്തായാലും ആഭ്യന്തര അന്വേഷണമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക് പോകണം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ ഒഴിവാക്കി. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. പഴം, പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും റഷ്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി പുറത്തു വരുന്നത്. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, കൽക്കരി, വിമാനങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയടക്കം ഏതാണ്ട് 50,000 കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യ വാങ്ങും എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക മേഖലയെ ബാധിക്കാത്ത വിധത്തിലുള്ള കരാറാണെന്നാണ് നമ്മുടെ കാർഷിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, റബ്ബർ, ഓർഗാനിക് കെമിക്കലുകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 18% പകരത്തീരുവ ഏർപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് $10 ബില്യൺ മരുന്നുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇന്ത്യയുടെ വ്യാപാര കരാർ വെച്ചിട്ട് അതായത് $30 ലക്ഷം കോടി ബിസിനസ് അവസരം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. കർഷകർ, മത്സ്യബന്ധന തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട സംരംഭകർ എന്നിവർക്ക് കരാർ നേട്ടമാകുമെന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. ഒപ്പം ഈ കൊല്ലം മാർച്ചോടുകൂടി ഈ കരാർ ഒപ്പിടും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാകേഷ്, ഒരു അവ്യക്തത ഉണ്ടായിരുന്നു, എന്താണ് ഈ കരാർ എന്നത് സംബന്ധിച്ച്, എന്തോ കാര്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച്, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന കാര്യം, ഒപ്പം കർഷകരുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കപ്പെട്ടിരുന്ന ആശങ്ക, ഇതിനൊക്കെ ഈ വിശദീകരണത്തോടെ ഒരു തീർപ്പായിട്ടുണ്ടോ? ഒരു പരിധിവരെ തീർപ്പായി എന്ന് തന്നെ പറയാം. ഏതായാലും വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ആദ്യം വൈറ്റ് ഹൗസും അതിനുശേഷം PIBയുമാണ് ഇത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് പ്രകാരം ഇത് നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് ചുവന്ന ചോളം, ഒപ്പം തന്നെ നിലക്കടല, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യും. അതിന് നികുതി കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യും എന്നാണ് ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പകരമായി
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% താരിഫ് ബാധകമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അത് 50% ഉയർത്തിയിരുന്നു, അത് 18% പിഴത്തീരുവ അടക്കമാണ് നേരത്തെ 50% ഉയർത്തിയിരുന്നത്. ഏതായാലും അത് പരമ്പരാഗത മേഖലയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒക്കെ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചാൽ ജനറിക് മരുന്നുകൾ, ഒപ്പം വജ്രം, വിമാന ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കയറ്റുമതിക്ക് താരിഫ് നീക്കം ചെയ്യും, അമേരിക്ക താരിഫ് നീക്കം ചെയ്യും എന്നുകൂടി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിനുശേഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, 5 വർഷത്തിനുള്ളിൽ $50,000 കോടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള മേഖലകളിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ വിപണി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യയും അമേരിക്കയും അത്തരം നടപടികൾ പ്രതിജ്ഞാബദ്ധമാണെന്നുകൂടി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ കരാർ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക കാർഷിക മേഖലയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും കാർഷിക വിളകൾക്ക് ഈ കരാറിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നോക്കുമ്പോൾ കാർഷിക വിളകൾക്ക് സംരക്ഷണമുണ്ട്, തേയിലയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓറഞ്ച്, മാങ്ങ, പഴം തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഇറക്കുമതിക്കുള്ള നിയന്ത്രണം തുടരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആപ്പിളിൻ്റെ കാര്യം പരാമർശിക്കുന്നില്ല, ഒപ്പം തണ്ണിമത്തനെ കുറിച്ചും പരാമർശിക്കുന്നില്ല. ഉള്ളിക്കുള്ള സംരക്ഷണം തുടങ്ങുമെന്ന് ഏതായാലും വാണിജ്യ മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ധാന്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അരി, ഗോതമ്പ്, മൈദ, ഒപ്പം തന്നെ കൊപ്ര തുടങ്ങിയവയ്ക്കൊക്കെ തന്നെയുള്ള എന്നിവയ്ക്ക് ഇളവുണ്ടാകില്ല എന്നുകൂടി ഇപ്പോൾ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണങ്ങൾ തുടരും. അതിന് അമേരിക്കക്ക് അത്തരത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടില്ല. സോയാബീന് ഏതായാലും നിയന്ത്രണം ഉണ്ട്, പക്ഷേ സോയാബീൻ്റെ ഇറക്കുമതിക്ക് നിയന്ത്രണം തുടരുമ്പോഴും സോയാബീൻ ഓയിൽ ഏതായാലും ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയ്ക്ക് അധികാരം നൽകുന്നുണ്ട്. കൂടാതെ ക്ഷീരമേഖലയ്ക്കും സംരക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാൽ, ഒപ്പം തന്നെ പാൽപ്പൊടി, തൈര്, വെണ്ണ, നെയ്യ് തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യില്ല എന്നുകൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഏതായാലും രണ്ടാമത്തെ വശം നോക്കുകയാണെങ്കിൽ എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്ന അവകാശവാദം ഏതായാലും ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. 4 ദിവസം മുമ്പ് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ അദ്ദേഹം തന്നെയാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് 25% നികുതി അത് 18% കുറച്ചു. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചുമത്തിയ 25% എടുത്തു കളഞ്ഞു എന്ന് US പറയുന്നുണ്ട്. പക്ഷേ അതിന് പകരമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പകരം അമേരിക്കയിൽ നിന്ന് ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന ഉറപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ തീരുവ വീണ്ടും ചുമത്തുമെന്നുകൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അതിനോടൊരു വ്യക്തമായ പ്രതികരണം ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണ് ഇനി ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പറയാൻ പോകുന്നത് എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും സംയുക്ത പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്ത എന്ന പ്രതികരണമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാർ എന്ന പ്രതികരണം കൂടി നരേന്ദ്രമോദി പങ്കുവച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ത്യയുടെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ സാധ്യതകൾ തുറന്നിടുമെന്ന് കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ വാണിജ്യ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ വ്യാപാര കരാർ, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാർച്ചോടുകൂടി ഈ വ്യാപാര കരാർ ഒപ്പിടാനാകുമെന്നാണ് പീയൂഷ് ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഏതാണ്ട് $30,000 കോടി വിദേശ വിപണി, പ്രത്യേകിച്ച് അമേരിക്കൻ വിപണി ഇന്ത്യൻ കർഷകർക്കായി, ഇന്ത്യൻ വ്യവസായികൾക്കായി തുറന്നു കൊടുക്കപ്പെടുന്ന ഐതിഹാസികമായ ഒരു കരാർ ആണ് ഇതെന്നാണ് ഇപ്പോൾ അത്തരത്തിൽ ഇന്ത്യ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ കാലാവധി പൂർത്തിയാക്കുമെന്ന മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയുടെ പ്രതികരണം അത് ചില്ലറയല്ല. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് അവർ എന്ന് മനസ്സിലാക്കുന്നു. നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന പ്രതികരണം അനവസരത്തിലെന്ന് DK ശിവകുമാർ പക്ഷം വിലയിരുത്തുകയാണ്. യതീന്ദ്രയാണ് ഹൈക്കമാൻഡ് എന്നും
സിദ്ധരാമയ്യയുടെ മകൻ എന്തു പറഞ്ഞാലും ബഹുമാനത്തോടെ അംഗീകരിക്കണം എന്നുമായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തോട് DK ശിവകുമാറിൻ്റെ പരിഹാസം. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, കർണാടകയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഹൈക്കമാൻഡ് വളരെ പാടുപെട്ടാണ് ശിവകുമാറിനെയും മറ്റും അനുനയിപ്പിക്കുന്ന സാഹചര്യം ഒരുക്കിയത്. അതിൻ്റെ വിശദാംശങ്ങൾ ആ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നതാണ്. 5 വർഷം താൻ തന്നെ തുടരും എന്ന് ആ പക്ഷം ആവർത്തിക്കുന്നത് ശിവകുമാറിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ടല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം 2023 തെരഞ്ഞെടുപ്പിൽ 224 അംഗ നിയമസഭയിലേക്ക് ഏതാണ്ട് 135 സീറ്റുകളിൽ വിജയിച്ചാണ്, വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത്. പക്ഷേ അന്ന് മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പലപ്പോഴായി കോൺഗ്രസിൽ തുടരുന്നുണ്ട്. DK ശിവകുമാർ ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചതാണ്. പിന്നീട് ഡൽഹിയിലും ബംഗളൂരുവിലും നടന്ന ചർച്ചയിലാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത്. അന്ന് DK ക്യാമ്പ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാദം 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പദവി വിട്ടു നൽകാൻ സിദ്ധരാമയ്യ തയ്യാറാകുമെന്നുള്ളതായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ ആ കാലാവധി അവസാനിച്ചതാണ്. അതിനു മുമ്പ് തന്നെ DK ക്യാമ്പ് വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തി. ഡിസംബറോടുകൂടി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും, സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുമെന്ന പരാമർശം DK ശിവകുമാറിന്റെ വിശ്വസൻ കൂടിയായ ശിവഗംഗ ബസവരാജ് പറഞ്ഞിരുന്നതാണ്. അതേ ശിവഗംഗ ബസവരാജ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ദേശീയ നേതൃത്വം, AICC നേതൃത്വം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. അതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകൻ കൂടിയായ യതീന്ദ്ര സിദ്ധരാമയ്യ, അദ്ദേഹം MLC ആണ്, നിലവിൽ മുൻ MLA കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് സിദ്ധരാമയ്യ തന്നെ 5 വർഷവും പൂർത്തിയാക്കും. അത്തരത്തിലുള്ള ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യം ഹൈക്കമാൻഡ് പരസ്യപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അത്തരമൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന പ്രതികരണം അദ്ദേഹം നടത്തി. അതിനോടാണ് DK ശിവകുമാറിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. DK ശിവകുമാർ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. കാരണം യതീന്ദ്രയാണല്ലോ കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ബഹുമാനത്തോട് കൂടി കാണുന്ന പരിഹാസമാണ് ഇപ്പോൾ ഏതായാലും ശിവകുമാറിൻ്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും DK ക്യാമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരാട്ടം അല്ലെങ്കിൽ ആ സമ്മർദ്ദം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വേണം ഈ പരാമർശത്തിൽ നിന്ന് വ്യക്തമാക്കാൻ. കാരണം DK ശിവകുമാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏതാണ്ട് 6 വർഷമായി PCC അധ്യക്ഷനാണ്. DK ക്യാമ്പ് തന്നെ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയമുണ്ടായത് DK ശിവകുമാറിൻ്റെ പ്രവർത്തന ഫലമായാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്നു എന്ന വാദം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി വേണം ഈ പരാമർശത്തെ കാണാൻ. ഏതായാലും DK ശിവകുമാറോ സിദ്ധരാമയ്യോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവർ നേതൃത്വം പറയുന്നത് അംഗീകരിക്കും എന്നുള്ള നിലപാട് ഈ ഘട്ടത്തിലും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇനി ഹൈക്കമാൻഡ് എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നേതാക്കൾ പരസ്പരം പോരടിച്ച് പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ നിലപാട് തീർച്ചയായും നിർണായകമാകും. AICC അധ്യക്ഷൻ തന്നെ കർണാടകത്തിൽ നിന്നുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. നിലവിൽ ഒരു അംഗബലം നോക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യക്കൊപ്പമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുള്ളത്, ഭൂരിപക്ഷം MLA-മാരുള്ളത്. അപ്പോൾ അത്തരമൊരു നീക്കം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പിണക്കിക്കൊണ്ട് സിദ്ധരാമയ്യെ പിണക്കിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും പന്തിനി AICC-യുടെ കോർട്ടിലാണ്. അവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊച്ചിയിലെത്താൻ പോകുന്നു. കൊച്ചിയിലും അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, തിരുവല്ലയിലെ സ്പാ കേസുമായി ബന്ധപ്പെട്ട്, സ്പായിലെ ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സ്പാ ഉടമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുക. കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കമ്പനിയുടെ കേരളത്തിലെ സംരംഭങ്ങളുടെ ചുമതലക്കാരനായ TJ ജോസഫിന്റെ മൊഴി ബംഗളൂരുവിൽ വെച്ച് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ബംഗളൂരുവിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ CJ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്നുള്ളതാണ്. ഈ ആത്മഹത്യയുടെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, SIT കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട കാര്യം, ഇവരുടെ പണമിടപാടുകൾ, റോയിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കൊച്ചിയിലുണ്ട്, ഇവരെ ചോദ്യം ചെയ്യുക, അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ സംഘം? തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇതിൽ ഈ ആത്മഹത്യയുടെ ഒരു കാരണം അറിയണമെങ്കിൽ ഈ രീതിയിലുള്ള
അന്വേഷണം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനെ തുടക്കമിടേണ്ടത് ഒരുപക്ഷെ കൊച്ചിയിൽ നിന്ന് തന്നെ ആകാം. കാരണം ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ സംഘം ഇവിടെ നിന്നാണ് പോയത്. ആദ്യം പരിശോധന തുടങ്ങിയതും കൊച്ചി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിൽ എന്താണ് പരിശോധിച്ചത്, എന്താണ് ഇവരുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത് എന്നതെല്ലാം വിശദമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെത്തി സംഘം ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലത്രയും ബംഗളൂരുവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ടി എ ജോസഫ് അടക്കമുള്ളവർ ഇവിടേക്ക് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അത് അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കാം ഇവിടേക്ക് എത്തുക. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധന തുടങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ അന്വേഷണത്തിന് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇന്ന് തന്നെ പരിശോധന തുടങ്ങാനുള്ളൊരു സാധ്യതയും ഏതായാലും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നത് പോലെ ഈ ഇൻ്റർനെറ്റ് കോളുകൾ എവിടേക്കായിരുന്നു, എന്തായിരുന്നു, ആരായിരുന്നു എന്നതെല്ലാം തന്നെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരെല്ലാമായിരുന്നു നിക്ഷേപകർ, പ്രധാനപ്പെട്ട നിക്ഷേപകർ ആരായിരുന്നു, ഇവരിൽ ആരാണ് വളരെ പെട്ടെന്ന് തന്നെ വലിയ തുകകൾ പിൻവലിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത് എന്നതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പരിശോധിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ അവസാന നിമിഷങ്ങളിലെ സമ്മർദ്ദം എന്തായിരുന്നു എന്നതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു പ്രാഥമികമായൊരു നിഗമനം എന്ന് പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഡയറി കുറിപ്പുകളായി ഉണ്ടായിരുന്നു എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരു മനുഷ്യനെ തന്നെയാണ് CJ റോയി ഈ അവസാന ദിവസങ്ങളിലെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വളരെ പെട്ടെന്ന് പൊടുന്നതിന് കാരണങ്ങളിലേക്ക് എത്തിപ്പെടാൻ എന്താണ് അങ്ങനെയൊരു രീതിയിലേക്ക് ചെന്നത് എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശകരാരായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിച്ച് വരികയാണ്. ഈ വിവരങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ, പ്രാഥമിക കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് കൊച്ചിയിൽ ഓഫീസ് കേന്ദ്രീകരിച്ച പരിശോധന നടത്തുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുന്ന പ്രാഥമികമായ രീതിയിലുള്ള വിവരശേഖരണം അടക്കം നടത്തിയിട്ടുണ്ട്. അവരൊരു സമ്മർദ്ദമായിരുന്നില്ല അവർ ചെലുത്തിയിരുന്നത്. പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആരാഞ്ഞിരുന്നു. അത്തരം വിവരങ്ങൾ റോയിൽ നിന്ന് അവർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ, ഈ നൽകിയതിൽ കൂടുതൽ എന്ത് വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത് എന്നതെല്ലാം തന്നെയാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. ഇനി കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇനി നടക്കാനിരിക്കുന്നത്. വൈകാതെ അത്തരം പരിശോധനയിലേക്ക് ഉദ്യോഗസ്ഥരെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. ഒപ്പം ഡാനി, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് കരുതി അത്തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ ഡയറി കുറിപ്പുകളാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ റോയി എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് തനിക്ക് പ്രശ്നങ്ങളുണ്ടായത്, പ്രതിസന്ധികളുണ്ടായത്, തനിക്ക് പണം നൽകാനുള്ളവർ, താൻ പണം കൊടുക്കാനുള്ളവർ, പണം തിരികെ ചോദിച്ച ആളുകളുടെ പേരുകളടക്കം, ഒപ്പം പിൻഗാമിയെക്കുറിച്ചും മറ്റുമൊക്കെ അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ സിനിമാ നടന്മാരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് റോയിയുടെ സംരംഭത്തിൽ ഉണ്ടായിരുന്നു എന്നത് പുറത്തു വരുമ്പോൾ കേരളവുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇവിടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത്തരത്തിലുള്ള തരത്തിലേക്ക് സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ മുടക്കിയ പണയം തിരികെ ലഭിച്ചോ, അത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അത്തരമൊരു വിശാലമായ നീക്കം കൂടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും രഞ്ജിത്ത്. കാരണം ഇതിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിനിമാ മേഖല, പ്രധാനമായും നമ്മളറിയുന്നത് സിനിമാ മേഖലയിൽ നിന്നാണ്. അതിന് പുറത്ത് മറ്റു ആളുകളുണ്ടായിരുന്നു. അതിൽ ഏത് രീതിയിലുള്ള പണമാണ് ഇതിലേക്ക് വന്നത് എന്നത് സംശയിക്കപ്പെടുന്നുണ്ട്. അത് മറ്റ് ഏതെങ്കിലും രീതിയിലേക്ക് കണക്കിൽപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഇതിലുള്ള പണം സ്വീകരിച്ചിരുന്നോ എന്നതടക്കമുള്ള ഒരു സംശയങ്ങൾ പൊതുവിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ സിനിമാ ലോകവുമായിട്ട് തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നൊരു വ്യവസായി കൂടിയായിരുന്നു ഡോക്ടർ CJ റോയ് എന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ട ബാധ്യത കൂടി SITയുടെ ഈ ഒരു അന്വേഷണത്തിന്, ഈ ദൗത്യ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിശ്ചയമായി തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചു. അതോടൊപ്പം തന്നെ ഡയറി കുറിപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട്. അതിൽ നിക്ഷേപകർ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അവരുടെ കൂടി വിശദീകരണം, അവർക്ക് കൂടി എന്താണ് പറയാനുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി തേടും. എന്തായാലും ഇതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വിശദമായ ചോദ്യം ചെയ്യലടക്കം ആവശ്യമാണ്. അത് സിനിമാ മേഖലയിലേക്കും ഒരുപക്ഷെ നീണ്ടാലും നമ്മളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധവും അവിടെ നിന്ന് തന്നെ വളരെ നിക്ഷേപവും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വിശദീകരണം ആവശ്യപ്പെടും. മറ്റൊന്ന്, ഈ
കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ പല ആക്ഷേപങ്ങളും നിഷേധിക്കുന്നുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപങ്ങൾ പല രീതിയിൽ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ അരുതായ്മകളൊന്നും ഇവിടെ നടന്നിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനകത്ത് ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ്. ഇതിൽ മറ്റ് ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകും. അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ അതിന് നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വിശദമാക്കുന്നത്. ഏതായാലും ഇതെല്ലാം അന്വേഷണ സംഘത്തിൻ്റെയും പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതിലേക്കെല്ലാം വൈകാതെ തന്നെ കൊച്ചിയിലെ ഓരോ പരിശോധനകളും അന്വേഷണവും എല്ലാം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും കോൺഫിഡൻറ്റ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നീക്കാനുള്ള ശ്രമത്തിലാണ് SIT എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർണാടക SIT സംഘം ഇപ്പോൾ കൊച്ചിയിൽ എത്തും. അത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം കണ്ണിൽപ്പെടുന്നത് ആൾതാമസമില്ലാത്ത വീടുകളും അവയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന വിൽക്കാനുണ്ട് എന്ന ബോർഡുകളുമാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തെരുവുകളിൽ ഈ കാഴ്ച ഒരു സ്ഥിരം ദൃശ്യമായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മനോഹരമായ ഒരു വീടും അതിനോട് ചേർന്ന് കുറച്ച് ഭൂമിയും. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദമായ തകർച്ച കേവലം ഒരു കച്ചവട മാന്ദ്യമല്ല, മറിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ഘടനയിൽ വന്ന വലിയൊരു മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. വിൽക്കാൻ ആളുകൾ നിരവധിയുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത ഈ സാഹചര്യം കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നു. കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഈ തളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ സ്വഭാവമാണ്. മുൻപൊക്കെ മലയാളികൾ വിദേശത്തേക്ക് പോയിരുന്നത് അവിടെ ഇന്നലെയാണ് തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതി പുറത്തുവരികയും തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയും ചെയ്തത്. കാപ്പ കേസ് പ്രതി അടക്കം 6 പേർ ചേർന്ന ഒരു സംഘമാണ് തിരുവല്ലയിലെ സ്പായിൽ എത്തുകയും ഇത്തരം സംഭവത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. തിരുവല്ല ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു കാര്യം, പോലീസും ഈ ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന സ്പാ ഉടമയുടെ ആരോപണമാണ്. അതുമാത്രമല്ല, ഇതിന് മുന്നിൽ കൊട്ടേഷനാണ്, ഈ സംഭവത്തിനുള്ളിൽ കൊട്ടേഷനാണ് എന്ന ആരോപണം സ്പാ ഉടമ ഉന്നയിക്കുന്നുണ്ട്. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിൻ്റെ കഥയാണെന്നും, അതായത് ഇന്നലെ പറഞ്ഞിരുന്നത് ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടകൾ എത്തി ആക്രമണം കാണിച്ചതെന്നും ഈ യുവതികളോട് അടക്കം അപമര്യാദയായി പെരുമാറിയത് എന്നുമാണ്. പക്ഷേ ഇപ്പോൾ ആ കഥകളൊക്കെ വെറും ആരോപണം മാത്രമാണ്. ഇത് പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് സ്പാ ഉടമ പറയുന്നത്. പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണമുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട്. ഒപ്പം മറ്റൊന്ന് പറയുന്നത്, ഈ സ്പായിൽ മറ്റും ഈ പോലീസിൻ്റെ സ്ഥിരമായ സന്ദർശനം ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശി, ഇതിപ്പോൾ ആരോപണങ്ങൾ ഏതാണ്ട് തിരിയുന്ന മട്ടാണ്. സ്പാ ഉടമ പറയുന്നതനുസരിച്ച് പോലീസിൻ്റെ കെട്ടുകഥയാണ്, അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഉടമ വ്യക്തമാക്കുന്നത് ഈ സ്ഥാപനത്തിലെ ഒരു കൊട്ടേഷൻ നടന്നു, അതായത് മറ്റൊരു സ്ഥാപനം നടത്തിയ കൊട്ടേഷന്റെ പേരിലാണ് ഈ ഗുണ്ടകൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇത്തരത്തിൽ ആക്രമിക്കാനും ഈ ബലാത്സംഗം നടത്താനുള്ള കാര്യമെന്ന നിലയ്ക്കാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ സ്ഥാപനം തകർക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥാപനം കൊട്ടേഷൻ നൽകി എന്നാണ് പറയുന്നത്. ആ കൊട്ടേഷൻ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഈ 1-ാം തീയതി ഈ ഗുണ്ടകൾ ഈ മരണസുവിനടക്കമുള്ള ആളുകൾ 7 പേരടങ്ങുന്ന സംഘം ഈ സ്പായിലെ സെന്ററിൽ എത്തിയതിനു ശേഷം ഈ പിരിവ് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ചാണ്. ഈ ഗുണ്ടകളുമായി പോലീസിന് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. ആ കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ടാണ്, അത് തിരിക്കാൻ വേണ്ടിയാണുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം, ആഭ്യന്തര അന്വേഷണം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പായിൽ പല കേന്ദ്രങ്ങളുണ്ട്. സ്പാ കേന്ദ്രങ്ങൾ പലതുണ്ട്. പലതിനും ലൈസൻസ് ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത്ര ലൈസൻസ് ഇല്ലാത്ത സ്പാ നടത്തുന്നവർ പോലീസിന് ചില മാസപ്പടി രീതിയിൽ നൽകുന്നുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം താൻ നടത്തുന്ന സ്ഥാപനം എല്ലാ കാര്യങ്ങളും കൊണ്ട് നന്നായി നടത്തുന്ന സ്ഥാപനമാണ്. അതിന്റെ വളർച്ച, അതിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം
മറ്റൊരു സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവർ നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികൾ ഈ മരണസുബിനും അതുപോലെ തന്നെ ബെർലിൻ ദാസ് എന്ന് പറയുന്ന പ്രതികൾ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികൾ അടക്കമുള്ള 7 പേരാണ് ഈ 1-ാം തീയതി അവിടെ എത്തുകയും പിന്നീട് സ്ഥാപനത്തിൽ കയറി ഇത്തരത്തിൽ ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇതിന്റെ പിന്നിലാണെന്നാണ് ഈ സ്ഥാപന ഉടമ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ പിരിവ് നൽകാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തില് ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഉടമ ഇക്കാര്യം നിഷേധിക്കുകയാണ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു സ്ഥാപനം നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഗുണ്ടകൾ എത്തിയത്. ആ ഗുണ്ടകൾക്ക് പോലീസിന്റെ ചില ഒത്താശകൾ ഉണ്ടായിരുന്നു. ഗുണ്ടകളും പോലീസും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചന നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലത്തെ ഈ 50,000 രൂപ ആവശ്യപ്പെട്ടു. അത് പല പ്രാവശ്യം അവിടെ എത്തി. അതിനുശേഷം പണം നൽകാത്തതിന്റെ പേരിലാണോ 1-ാം തീയതി എത്തുകയും പിന്നീട് ഈ ആക്രമണത്തെയും ബലാത്സംഗം ചെയ്യുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥാപന ഉടമ വ്യക്തമാക്കുന്നത് മറ്റൊരു സ്ഥാപനം നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയതാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്തെ, അതായത് ഈ നഗര ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പാ, അവിടെ പോലീസ് സ്ഥിരമായി പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥിരമായി എത്താറുണ്ടായിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഈ ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ഇതിനൊന്നും ഈ ഉടമയുടെ ആരോപണത്തിനപ്പുറം തെളിവുകളില്ല. എങ്കിൽ പോലും ഇത്ര 2-3 ആഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം അത് പിന്നീട് പുറത്തു വരുന്നത് CCTV ദൃശ്യങ്ങൾ രഹസ്യവിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ, ഈ കാപ്പ കേസ് പ്രതി അടക്കം അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നായകളെ അഴിച്ചുവിട്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത്രത്തോളം ഗുണ്ടകൾ വിൽസുന്ന ഒരു സ്ഥലമായി തിരുവല്ല മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരെയൊക്കെ വളർത്തുന്നതും വേണ്ട സഹായം ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ആക്ഷേപത്തിൽ കഴമുണ്ടാവേണ്ടതാണല്ലോ. രഞ്ജിത്ത്, തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ച ശരിയായ കാര്യം തന്നെയാണ്. കാരണം 11ഓളം കേസുകളിലെ കാപ്പ കേസിലെ പ്രതിയാണ് മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ പിടികൂടാൻ ചെല്ലുന്ന സമയത്താണ് ഈ നായയെ അഴിച്ചുവിട്ട ഒരു ആക്രമണ രീതി ഇയാൾ ചെയ്തത്. അത് തീർച്ചയായും പോലീസ് അതിനെല്ലാം ശേഷമാണ് ഈ 2 പേർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ നായയുടെ കടിയേൽക്കുകയും ചെയ്തു. എന്തായാലും ഇത് സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പോലീസുകാരും ഈ ഗുണ്ടകളും തമ്മിൽ ചില ബന്ധമുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. കാരണം പോലീസുകാർ ഈ സ്പായിൽ നിത്യ സന്ദർശകരാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ആരോപണമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ചില സ്പായ്ക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതെല്ലാം ഈ പോലീസിന്റെ ധാരണപ്രകാരം മാസപ്പടി എന്ന രീതിക്ക് പണം നൽകി അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നാണ് ഒരു ആരോപണം മറ്റുള്ളത്. എന്തായാലും ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ തിരുവല്ലയിലെ ആക്രമണം എന്ന ഈ ബലാത്സംഗം നടത്തിയെന്ന് പറയുന്ന ജീവനക്കാരിയെ ബലാത്സംഗം നടത്തിയെന്ന് പറയുന്ന സ്പായിലെ അവിടെ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും അതിന്റെ ഇതും ഒക്കെ തടസ്സപ്പെടുന്ന രീതിയിൽ അതിന് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അതിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരു സ്ഥാപനം കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. പോലീസിനും ഈ ഗുണ്ടകളും, ഈ ആക്രമണത്തിലെത്തിയ ഗുണ്ടകളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, ആവശ്യത്തെ കൂട്ടുകളുണ്ട്. അത് പോലീസിന്റെ ഇടപെടലാണ് അതിന്റെ കാരണമെന്നാണ് വ്യക്തമാക്കുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം 1-ാം തീയതിയാണ് ഈ സംഭവം. 1-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരത്തിൽ അവിടെ ഒരു ആക്രമണം നടന്നത്. ഈ പ്രതികൾ വന്നതിന് ശേഷം ഈ CCTV ദൃശ്യങ്ങളൊക്കെ കറണ്ട് വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. പക്ഷേ അവിടെ ബാറ്ററി സംവിധാനം ഉള്ളതുകൊണ്ട് UPS നിന്നാണ് ഈ CCTV ഫുട്ടേജൊക്കെ നമുക്ക് ഈ ലഭിക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണിത് ഈ ആക്രമണം നമുക്ക് പുറത്തറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തു. പക്ഷേ കേസെടുക്കുന്നത് 2-ാം തീയതിയാണ്. ഈ സംഭവം പോലീസ് അറിഞ്ഞിട്ട് പോലും കേസെടുക്കാൻ വൈകിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രതികളും പോലീസും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിലുപരിയായി രാഷ്ട്രീയ കക്ഷികളും ചില രാഷ്ട്രീയ പാർട്ടി, അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കാരണം രാവിലെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി ശ്രമം ചില നേതാക്കൾ അവിടെ നടത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയക്കാരും പോലീസും തമ്മിലൊക്കെ ഒരു ആവശ്യത്തെ കൂട്ടുകെട്ട് ഗുണ്ടകൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 11ഓളം കേസിലെ പ്രതിയായ ഇതിന് ഈ ഇത്തരം ഒരു സംഭവം നടക്കാൻ കാരണക്കാരനായ ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഈ മരണസുബിൻ അടക്കമുള്ള പ്രതികൾക്ക് ഒരു പിന്തുണ നൽകുന്ന തരത്തിലേക്ക് പോലീസ് മാറി എന്നുള്ള കാര്യം ഒരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് വകുപ്പ് തല അന്വേഷണം, പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം ഇത്തരത്തിൽ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തുടങ്ങിയിട്ടുമുണ്ട്. അതനുസരിച്ചായിരിക്കും അതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും എന്ത് നടപടിയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ആരോപണം ഈ ഉടമ പറയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാപനം
ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുത്ത കൊട്ടേഷൻ എന്ന നിലയ്ക്കാണ് സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴും ഈ സ്പാ ഉടമയുടെ ആരോപണം അത് ഗൗരവതരമാണ്. അവിടെ ഇത്തരത്തിൽ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സ്പാ ഉടമ ആരോപിക്കുന്നത്. തിരുവല്ലയിൽ പോലീസിന് മാസപ്പടിയുണ്ട് എന്ന ആരോപണവും ഇത്തരത്തിൽ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ശബരി റെയിൽപാതയ്ക്ക് ചൂളം വിളി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയിരുന്ന പദ്ധതിക്ക് പുതുജീവനാകുന്നത്. അങ്കമാലി മുതൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കടന്ന് കോട്ടയം ജില്ലയിലെ പാല ഭരണങ്ങാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽപാത. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ഈ വാർത്തയോടെ 9 മണി പൂർത്തിയാകുന്നു. നമസ്കാരം. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി വെറും 111 കിലോമീറ്റർ മാത്രം ദൂരം. 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറി വന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ സ്റ്റോപ്പിട്ട അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 1300 കോടി രൂപയാണ് സ്ഥലമേറ്റെടുപ്പിനായി വേണ്ടിവരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മന്ത്രിസഭ കിഫ്ബി വഴി 1900 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തി. നമ്മുടെ 97 മുതൽ ഈ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലായിരിക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം വലിയൊരു അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. പല വീടുകളിലും പറമ്പുകളിലും സതേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വനം വകുപ്പിന്റെ തടസ്സങ്ങൾ ഇല്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാണ്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം സാധ്യമാകും. 30 കൊല്ലം ഇതുകൂടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും അത് വന്നു പോയാൽ കുറേ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്ന് കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറയാവുന്നവരിലൊക്കെ പറഞ്ഞു അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ബാലികൃഷ്ണൻ നായരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ആ പുള്ളി. എവിടെ അതാരും കേൾക്കുമില്ല. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽവേ നിർമ്മാണത്തിന് സാമൂഹ്യാഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.